ഹലോ, നിങ്ങളുടെ അടുത്തൊരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എവിടെ തുടങ്ങണമെന്ന് അറിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ. നിലവിലിപ്പോൾ ജോലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ആ വക്കത്തായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ. എവിടെ എന്ത് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഓൺലൈനിൽ എങ്ങനെ ബിസിനസ് ചെയ്യാം എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. ഇപ്പം നിങ്ങളുടെ ഐഡിയ, നിങ്ങളുടെ ആ പ്രൊഡക്റ്റ് കിട്ടി, പ്രൊഡക്റ്റ് എല്ലാം നിങ്ങൾ സോഴ്സ് ചെയ്തു, ഇതിനി അങ്ങനെ വിൽക്കും എന്ന പോയിന്റിൽ വരാൻ നേരത്താണ് അധികം ആളുകളും സ്റ്റക്ക് ആവണത്. ഓൺലൈനിൽ എവിടെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ചിലർ GST എല്ലാം തുടക്കം തന്നെ GST എല്ലാം എടുത്ത് ആമസോണിലൊക്കെ ലിസ്റ്റ് ചെയ്തെന്ന് കാണാം. വേറെ ചില ആളുകൾ അവരുടേതായിട്ടുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണതായിട്ട് കാണും. പിന്നെ ഒരു ചെറിയൊരു വിഭാഗമുണ്ട്, അവർ ആമസോണിലും ചെയ്യില്ല, വെബ്സൈറ്റിലും ചെയ്യില്ല, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അവർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യണതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ ഓൺലൈനിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല രീതിയിൽ വേഗത്തിലും ലാഭകരമായിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത്, എളുപ്പത്തിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ്. സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എല്ലാവരും ശ്രദ്ധ കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, എന്ത് സർവീസ് ആയിക്കോട്ടെ, അതിനെല്ലാം വേണ്ട കസ്റ്റമേഴ്സിനെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. പല പല കാരണങ്ങൾ അതിനുണ്ട്. ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. വേഗത്തിലുള്ള ഇൻ്റർനെറ്റ് നമുക്ക് ആക്സസ് കിട്ടി തുടങ്ങി, ചീപ്പായിട്ട് വില കുറവിൽ കിട്ടി തുടങ്ങി, ടെക്നോളജി വളരെ ചീപ്പാവാൻ തുടങ്ങി, സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ടെക്നോളജിയുടെ വില വളരെ കുറഞ്ഞു. പണ്ട് സൊസൈറ്റിയിൽ ഒരു നിശ്ചിത ശതമാനത്തിന് മാത്രമാണ് അതിലേക്കൊക്കെ ആക്സസ് ഉണ്ടായിരുന്നത്. ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ പുറകിലോട്ട് പോയി കഴിഞ്ഞു. ഇന്നത് ഏറെക്കുറെ എല്ലാവരുടെ അടുത്തുമായി. അതില്ലാത്ത ആളുകളുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിരളാണ്. കുറച്ച് പ്രായമൊക്കെ ചെന്ന് ടെക്നോളജി ഉപയോഗിക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ മാത്രം മാറി നിൽക്കുന്ന ഒരു വിഭാഗത്തിന് മാത്രമാണ് അതിലേക്ക് ആക്സസ് ഇല്ലാത്തുള്ളൂ. ബാക്കി ഏറെക്കുറെ എല്ലാ കസ്റ്റമേഴ്സും നിങ്ങൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരെല്ലാം തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട്. തുടക്കം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിലുള്ള ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബ്രാൻഡ് നെയിമിൻ്റെ പേരിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ മെയിൻ സ്ട്രീം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും, അതായത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പിൻ്റെ ബിസിനസ്, ഇതാണ് മെയിനായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾ തന്നെ ഇതൊക്കെ തന്നെയാണല്ലോ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിലെല്ലാം തന്നെ നിങ്ങളുടെ ബ്രാൻഡ് നെയിമിൻ്റെ പേരിലൊരു പേജ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഉദാഹരണം, നിങ്ങളിപ്പോൾ എന്തെങ്കിലും നാച്ചുറൽ സോപ്പ് ആണ് നിങ്ങളുടെ ബിസിനസ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തെങ്കിലും പേര്, ഇപ്പോൾ നിങ്ങളുടെ മിന്നൂസ് നാച്ചുറൽ സോപ്പ് എന്ത് പേരിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പേജിൽ അവൈലബിൾ ആയിട്ടുള്ള നെയിംസിലൊരു ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഇനി വളരെ സീരിയസ് ആയിട്ട് പോകുന്നവർ മാത്രം, അതായത് എക്സ്പെരിമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, നല്ല സീരിയസ് ആയിട്ട് തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവർക്ക് ആ ബ്രാൻഡ് നെയിം വേണമെങ്കിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യാം. അതിൻ്റെ വീഡിയോ അല്ല അത്, നിങ്ങൾക്കത് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ട്രേഡ് മാർക്ക് എന്തോ 10,000 രൂപയുടെ താഴെ എന്തോ ആണ് അതിന് റേറ്റ് വരുന്നത്. എല്ലാവർക്കും അത് തുടക്ക സമയത്ത് അഫോർഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. വളരെ സീരിയസ് ആയിട്ട് ഇറങ്ങുന്ന ആളുകൾ ആ ബ്രാൻഡ് നെയിം നിങ്ങൾക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാം. അല്ലാത്തവർക്ക് അല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാം. നിർബന്ധമില്ല, പക്ഷേ ആ ബ്രാൻഡ് നെയിം വളരെ യുണീക്കാണ്, നിങ്ങൾക്ക് അത് തന്നെ വേണം, ഫ്യൂച്ചറിൽ അത് നഷ്ടപ്പെടരുതെന്നുള്ളവർക്ക് ഇത് ചെയ്യും. അതല്ലാത്തവർ ഡയറക്റ്റായിട്ട് സോഷ്യൽ മീഡിയയിൽ പേജുകൾ ക്രിയേറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ടൊരു സിം കാർഡ് എപ്പോഴും എടുക്കുക. സിം കാർഡ് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സിം കാർഡ് എടുക്കുക. പക്ഷേ പലരും വരുത്തുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പേഴ്സണൽ നമ്പർ തന്നെ അവർ ബിസിനസ്സിന് ഉപയോഗിക്കാൻ നോക്കും. ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ സോഷ്യൽ മീഡിയയിൽ നല്ല ഓർഡറുകളൊക്കെ കിട്ടി തുടങ്ങാൻ നേരത്ത് നിങ്ങളുടെ പേഴ്സണൽ നമ്പറും അതേപോലെ തന്നെ ഈ ബിസിനസ് നമ്പറും മിക്സ് ആയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമുക്കൊരു സ്റ്റാഫിനെയൊക്കെ എടുക്കേണ്ട വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളുടെ പേഴ്സണൽ നമ്പർ സ്റ്റാഫിന് കൊടുത്തിട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് കോളുകൾ മിസ്സാവും. അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. എപ്പോഴും ബിസിനസ് വേറെ, പേഴ്സണൽ ഇത് വേറെ എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കുക. നിങ്ങൾ ഈ ബിസിനസ്സിന് വേണ്ടി മാത്രം ഒരു സിം കാർഡ് എടുക്കുക. ബിസിനസ് ആക്ടിവിറ്റീസ് എവിടെയൊക്കെ ഉണ്ടോ, മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് നിങ്ങൾ എവിടെയൊക്കെ കൊടുക്കുന്നുണ്ടോ അവിടെ നിങ്ങളുടെ ബിസിനസ് നമ്പർ മാത്രം കൊടുക്കുക. സിം കാർഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമുള്ളൂ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ബിസിനസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായിരിക്കും നിങ്ങളുടെ ഒഫീഷ്യൽ ബിസിനസ് വാട്സപ്പ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ആ നമ്പറായിരിക്കണം നിങ്ങൾ എല്ലാ സ്ഥലത്തും കൊടുക്കേണ്ടത്. തുടക്കം തന്നെ ചെയ്യേണ്ടത് പേജുകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം
സോഷ്യൽ മീഡിയയിൽ 3 രീതിയിലാണ് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്നത്. 3 ആക്ടിവിറ്റീസ് ഉണ്ട് മെയിനായിട്ടുള്ള. ഇതിലൂടെയാണ് നമുക്ക് പൊട്ടൻഷ്യൽ കസ്റ്റമറെ കണ്ടെത്താൻ സാധിക്കുന്നത്. മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കസ്റ്റമറെ കണ്ടെത്തലാണ്. അതിൽ കണ്ടൻറ് മാർക്കറ്റിംഗ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഉണ്ട്, പെയ്ഡ് പരസ്യങ്ങളുണ്ട്. കണ്ടൻറ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്, നമ്മളിൽ നിന്ന് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സ്, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഉപകാരപ്പെടുന്ന ഏത് തരം വീഡിയോസിനെ നമുക്ക് കണ്ടൻറ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗം എന്ന് പറയാം. വീഡിയോ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. പോസ്റ്ററുകൾ, ഇമേജസാണ് പലരും ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ കാലഘട്ടം ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു. പോസ്റ്ററും ഇമേജൊക്കെ ഇൻ്റർനെറ്റിന് സ്പീഡില്ലാത്ത കാലത്ത് ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഗതിയാണ്. ഇപ്പം നിങ്ങളൊരു ഇമേജിലേക്ക് നോക്കി എത്ര സെക്കൻഡ് നിങ്ങളിരിക്കും? എല്ലാവരും ഒന്ന് വീഡിയോസാണ് കാണുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോസ് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന എന്ത് കണ്ടൻറ്റുകളും നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യുന്ന രീതി പറഞ്ഞുകൊണ്ട്, എന്തുകൊണ്ട് ഇപ്പോൾ നാച്ചുറൽ സോപ്പിൻ്റെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ മറ്റ് സോപ്പുകളും നിങ്ങളുടെ സോപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരുപാട് കെമിക്കൽസ് നിങ്ങൾ യൂസ് ചെയ്യണില്ല. ഒരു 99% നിങ്ങൾ നാച്ചുറൽ റോ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാം. എന്തുകൊണ്ട് ചില സ്കിൻ ടോൺ ഉള്ളവർക്ക് ഇന്ന സോപ്പ് പറ്റൂല, അല്ലെങ്കിൽ ചില സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഇത് പറ്റൂല, അങ്ങനെ എന്തും ആവാം. നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഈവൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്കത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരും. അത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആ പണിയെല്ലാം സോഷ്യൽ മീഡിയ എടുത്തോളൂ. ഇപ്പോൾ ഈ അടുത്ത് യൂട്യൂബിൻ്റെ തന്നെ അപ്ഡേഷൻ വന്നത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ജൂലൈ 15-നാണ് അപ്ഡേഷൻ വന്നത്. ഹ്യൂമൻ ടച്ചുള്ള കണ്ടൻറ്റുകൾക്ക് യൂട്യൂബ് ഒരുപാട് പുഷ് കൊടുക്കുന്നുണ്ട്. അതായത് AI, ആനിമേഷൻ, അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ആപ്സൊക്കെ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള ബ്രാൻഡുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ ഒന്നും യൂട്യൂബ് ഇപ്പോൾ വലിയ കാര്യമായിട്ട് പുഷ് ചെയ്യണില്ല. കാരണം അവർക്ക് വേണ്ടത് റിയൽ കണ്ടൻറ്റുകളാണ്. അതിൻ്റെ പുറകിലൊരു ഹ്യൂമൻ ടച്ച് ഉണ്ടാവണമെന്നാണ് ഇപ്പോൾ യൂട്യൂബ് പറയണത്. അതായത് ഈ ആനിമേഷൻ ഇത്തരത്തിലുള്ള വീഡിയോസിനെയൊക്കെ മാറ്റി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാം. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ബ്രാൻഡ് തന്നെ ബിൽഡ് ചെയ്യാം. പലതും നമുക്കൊന്ന് സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. പുതിയതായിട്ട് വരുന്നവരെയാണ് സോഷ്യൽ മീഡിയ കുറേ കൂടി പുഷ് ചെയ്യുന്നത്. ഒരുപാട് പഴയ ആളുകൾക്കൊന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ റെക്കമെൻഡേഷൻസ് അങ്ങനെ പോണില്ല. പുതിയ ആളുകൾക്ക്, അത് നിങ്ങൾ ബിസിനസ് ആവശ്യത്തിന് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാലും നിങ്ങളുടെ മറ്റ് പേഴ്സണൽ ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ചാലും പുതിയ ആളുകൾക്ക് എപ്പോഴും പുഷ് സോഷ്യൽ മീഡിയ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊരു അവസരമായിട്ട് എടുത്തുകൊണ്ട് നിങ്ങളുടെ ബ്രാൻഡ് അതിൽ ക്രിയേറ്റ് ചെയ്യുക, അതിൽ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടൻറ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് കണ്ടൻറ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത്. പിന്നെ ഉള്ളതാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്നത്. അവർക്ക് ആരൊക്കെയോ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്നത്. ആരൊക്കെയോ അവരുടെ വീഡിയോ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുന്നവരെന്താ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഇവരുടെ വീഡിയോ കണ്ട് ഇൻഫ്ലുവൻസ് ആവുകയാണെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് ഇവരെ കൊണ്ട് ചെയ്യിക്കാം. ഇൻസ്റ്റഗ്രാമിലെല്ലാം ധാരാളം ചെറിയ ഇൻഫ്ലുവൻസേഴ്സ്, അതായത് 1,00,000 ഫോളോവേഴ്സിൻ്റെ താഴെയുള്ളവരെയാണ് നമ്മൾ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിന് നിങ്ങളുടെ പ്രൊഡക്റ്റ് സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യാം. അല്ലെങ്കിൽ വളരെ ചെറിയ പേയ്മെൻറ്റ് മാത്രം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പലരും തെറ്റിദ്ധരിച്ചേക്കണ ഒരു കാര്യം എന്താണെന്ന് അറിയോ? ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ വെച്ച് ചെയ്യിക്കാൻ നേരത്തെ അവർ ഒരുപാട് പേയ്മെൻറ്റ് ചോദിക്കുന്നതാണ്. ഒരിക്കലുമില്ല. ഞാനിത് വെറുതെ ഇങ്ങനെ ഇരുന്ന് പറയണതല്ല, ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ പല പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി ഇൻഫ്ലുവൻസേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പലരും ഫ്രീ ആയിട്ട്, അതായത് പ്രൊഡക്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്യും, നമ്മൾ അവരുടെ അഡ്രസ്സിലേക്ക് കൊറിയർ അയച്ചു കൊടുക്കുക. പ്രൊഡക്റ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ, വേറെ ചാർജ് ഒന്നും വാങ്ങാതെ തന്നെ ഈവൻ 1,00,000 മേളിൽ ഫോളോവേഴ്സ് ഉള്ളവർ പോലും ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മാർക്കറ്റിംഗ് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ വളരെ തുച്ഛമായിട്ടുള്ള 500 രൂപ വരെ, അത് വളരെ ചെറിയൊരു എമൗണ്ടാണല്ലോ, അതുവരെ വാങ്ങിച്ചുകൊണ്ട് തരക്കേടില്ലാത്ത ഫോളോവേഴ്സും വ്യൂസും ഉള്ളവർ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ചെയ്തു തന്നിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകൾ അവരെ കോൺടാക്ട് ചെയ്യുമ്പോഴാണ് അവർക്കും അതിലൂടെ ഒരു ഇൻകം വരുള്ളൂ.
ഇതാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആരെയാണ്, ഇപ്പോൾ നാച്ചുറൽ സോപ്പിൻ്റെ കേസ് എടുക്കാം, ആ ഉദാഹരണം തന്നെ പിടിച്ചു പോകാം. നാച്ചുറൽ സോപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഈ നാച്ചുറൽ സോപ്പ് ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് കുറച്ചും കൂടി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ സ്ത്രീകളായിരിക്കാം അധികം ഇത് ഉപയോഗിക്കുന്നത് പുരുഷന്മാരേക്കാൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആരെ നമുക്ക് കോൺടാക്ട് ചെയ്യാം? മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ഇൻസ്റ്റഗ്രാമിൽ ചെയ്യുന്നവരെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ചെയ്യുന്നവരെ നമുക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യും. ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നവർ, എങ്ങനെ നല്ല രീതിയിൽ ഫോർമലി ഡ്രസ്സ് ചെയ്യണം, കാഷ്വലി ഡ്രസ്സ് ചെയ്യണം, ഇന്ന ഷർട്ടിൻ്റെ കൂടെ ഇന്നത് മാച്ച് ആവും, ഇത്തരത്തിലുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ ചെയ്യുന്നവരെയൊക്കെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണോ, സർവീസ് എന്താണോ, അത് വാങ്ങാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആരെയാണോ വാച്ച് ചെയ്യുന്നതെന്ന് പഠിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് കിട്ടണില്ല, ആരെയാണ് ഞാൻ കോൺടാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല, കിട്ടണില്ല, ആലോചിച്ചിട്ട് കിട്ടണില്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഇന്നത്തെ കാലത്ത് അതും വളരെ എളുപ്പമാണ്. നേരെ ചാറ്റ് GPT ചെല്ലാം. ചാറ്റ് GPTയോ അല്ലെങ്കിൽ ജെമിനയോ എന്ത് വേണമെങ്കിലും, ഏത് AI ടൂളുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ചാറ്റ് GPT ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ചാറ്റ് GPTയിൽ മലയാളത്തിൽ അടിച്ചാൽ പോലും ഇന്ന് കിട്ടുന്നുണ്ട്. എൻ്റെ പ്രൊഡക്റ്റ് ഇന്നതാണ്, ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സ് ആരാണെന്ന് എനിക്കറിയാം, പക്ഷേ ഏത് ഇൻഫ്ലുവൻസറെ കോൺടാക്ട് ചെയ്യണമെന്നുള്ളത് എനിക്കറിയില്ല, എനിക്ക് കുറച്ച് സജഷൻസ് തരാമോ എന്ന് ചാറ്റ് GPTയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാല പോലെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും, ഇഷ്ടം പോലെ കിട്ടും. അതിൽ ചാറ്റ് GPT പറയണ മാത്രം ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് തിരക്കേടില്ലാത്ത ബിസിനസ് അതിലൂടെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിലൂടെ. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് സോഷ്യൽ മീഡിയയിൽ പെയ്ഡ് പരസ്യങ്ങൾ. പെയ്ഡ് പരസ്യങ്ങൾ നിങ്ങൾ അവസാനമായിട്ടാണ് ചെയ്യേണ്ടത്. എല്ലാവരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ ചെയ്യാൻ നേരത്ത് ബിസിനസ്സിനായിട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ ആദ്യം തന്നെ വന്ന് പെയ്ഡ് പരസ്യങ്ങൾ കൊടുക്കും, അവരെ കുറേ കാശ് പോവും, അതോടുകൂടി പൊട്ടിക്കെട്ടി അവസാനിപ്പിച്ച് പോകും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ റിവേഴ്സിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യണം, കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യുക, ശേഷം നിങ്ങൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുക, ഏറ്റവും അവസാനം മാത്രമാണ് പെയ്ഡ് പരസ്യങ്ങൾ ചെയ്യേണ്ടത്. ഈ പെയ്ഡ് പരസ്യങ്ങൾ ഡയറക്റ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് കുറച്ച് നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് തുടക്ക സമയത്ത്. അത് ടാർഗറ്റിങ് കറക്റ്റ് ആവണം. അതുപോലെ തന്നെ നമ്മളുടെ ആഡ് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ വീഡിയോ ഉണ്ടല്ലോ, അതിനെയാണ് ആഡ് ക്രിയേറ്റീവ് എന്ന് പറയുന്നത്. ആ വീഡിയോ എല്ലാ സമയത്തും വർക്കായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്ത് ഏത് ടൈപ്പ് കണ്ടൻറ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടണമെന്ന് നമ്മൾ ആദ്യം പഠിക്കുക. അത് കണ്ടൻറ് മാർക്കറ്റിംഗ് നമ്മളൊരു മാസം ചെയ്യാൻ നേരത്ത് ചില വീഡിയോസിന് ചില രീതിയിൽ പറയാൻ നേരത്ത് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് അത് ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ ഷെയർ ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു, കൂടുതൽ വ്യൂസ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ ചെയ്യുമ്പോഴാണ് എനിക്ക് വ്യൂസ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഡാറ്റ നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷമാണ് ഇതേപോലെയുള്ള കണ്ടൻറ്റുകൾ ചെയ്തിട്ട് നമ്മൾ പെയ്ഡ് പരസ്യങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം തന്നെ പോയി പെയ്ഡ് പരസ്യം ചെയ്യാൻ നേരത്തെ നമ്മുടെ അടുത്ത് ഈ ഡാറ്റ ഇല്ല. അപ്പോൾ ഈ നല്ല ഓർഗാനിക്കലി, അതായത് നാച്ചുറലായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല വ്യൂസ് കിട്ടണമെങ്കിൽ അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾ ആഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആഡിൽ നിങ്ങൾക്ക് വ്യൂസ് കിട്ടും. പക്ഷെ പലരും നേരെ തിരിച്ചാണ് ചെയ്യാറ്. ആദ്യം പെയ്ഡ് പരസ്യങ്ങൾ ചെയ്യും, പിന്നെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യും, പിന്നെ അവർക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യും, എന്നിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറയും, എൻ്റെ കുറേ കാശ് പോയി എന്ന് പറയും. ആദ്യം കാശ് കൊടുക്കാതെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കണ്ടൻറ് മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, പെയ്ഡ് പരസ്യങ്ങൾ, ഇങ്ങനെ ഈ 3 രീതിയിലാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്ത് നമ്മളുടെ പ്രൊഡക്റ്റ് എടുപ്പിക്കുക എന്നുള്ളതാണ്. ഓൺലൈനിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് വലിയ ഓവർ ഹെഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. സൗജന്യമായിട്ട് തുടങ്ങണമെങ്കിൽ അങ്ങനെ വരെ തുടങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പ്രത്യേക റൂമോ സ്പേസോ അതിന് അഡ്വാൻസോ റെൻറ്റോ അങ്ങനെ ഒന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വെച്ച് ചെയ്യുന്നവരുണ്ട്, അവരുടെ റൂമിൽ ചെയ്യുന്നവരുണ്ട്, ചെറിയൊരു സ്പേസ് മാത്രം എടുത്ത് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഓൺലൈനിന് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും കുറച്ച് ദോഷങ്ങളും ഓൺലൈനിലുണ്ട്. അതും ഞാൻ പറഞ്ഞുതരാം. ഓൺലൈൻ എന്ന് പറയാൻ നേരത്തെ നമ്മൾ ആളെ കാണുന്നില്ല. നമ്മളൊരു ഷോപ്പിൽ പോയി കടയിൽ ചെന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങണ പോലെയല്ല. നമ്മൾ കാശ് കൊടുക്കുന്നു, സാധനം ഇഷ്ടപ്പെട്ടത് അപ്പം തന്നെ പാക്ക് ചെയ്ത് തരുന്നു, അവിടെ ഒരു ഡിലേ വന്നില്ല. പക്ഷേ ഓൺലൈനിൽ എന്ന് പറയാൻ നേരത്ത് നമ്മൾ ഇന്നവരെ കാണാത്ത ഒരാളെയാണ്, അതായത് നേരിട്ട് ഇൻ പേഴ്സണിൽ കാണാത്ത ഒരാളെയാണ്. നിങ്ങൾ തിരുവനന്തപുരത്തായിരിക്കും, പക്ഷേ ആൾ ചിലപ്പോൾ വിൽക്കുന്നത് മലപ്പുറത്തു നിന്നായിരിക്കും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ വിൽക്കുന്ന ആൾ ചിലപ്പോൾ കാസർഗോഡായിരിക്കും, നിങ്ങൾ കൊല്ലത്തായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ ഒറ്റയടിക്ക് നമുക്കങ്ങനെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ കസ്റ്റമേഴ്സിന് കുറച്ച് ട്രസ്റ്റ് ഉണ്ടായാൽ മാത്രമാണ് കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുള്ളൂ, ഓർ സർവീസ് അവർ പ്രിഫർ ചെയ്യുള്ളൂ.
നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ സെയിൽ നടക്കാനായിട്ടുള്ള നമ്പർ 1 ഫാക്ടർ, അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന നമ്പർ 1 ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന ആളാണോ എന്നുള്ളതാണ്. അതായത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറഞ്ഞത് ആദ്യം തന്നെ. കാരണം ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ നേരത്ത് നമ്മളെ കണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ബ്രാൻഡ് കണ്ട് സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ ഒരു ട്രസ്റ്റ് ബിൽഡാവും. അങ്ങനെ ട്രസ്റ്റ് ബിൽഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ സെല്ല് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് നാച്ചുറലി തന്നെ ഓർഡർ കിട്ടും. ഒരുപാട് ഹാർഡ് സെല്ലിങ് നമ്മൾ നടത്തേണ്ട കാര്യമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ചിലവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ ഓൺലൈനിൽ തുടങ്ങണമെന്ന് അവർ വിചാരിക്കും. ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ പേജുകൾ ഉണ്ടാക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു എന്താ പറയുക ഫെസ്റ്റിവൽ വരാൻ നേരത്ത് അതിൻ്റെ ഹാപ്പി ഓണം ഒരു പോസ്റ്റർ ഇടും, പിന്നെ ഒരു ക്രിസ്മസിന് ഹാപ്പി ക്രിസ്മസ് എന്നുള്ള പോസ്റ്റർ ഇടും. എന്നിട്ട് അവരുടെ ബ്രാൻഡ് നെയിം സൈഡിൽ ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് ഓർഡറും പ്രതീക്ഷിച്ച് ചില ആളുകൾ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇട്ടുകൊണ്ട് അതും പോസ്റ്ററാണ്. ഞാൻ പറഞ്ഞല്ലോ, പോസ്റ്ററിൻ്റെയൊക്കെ കാലഘട്ടം ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീഡിയോയുടെ കാലഘട്ടമാണ്. കാരണം എന്തിനാണ് ഞാനൊരു ഇമേജിലേക്ക് നോക്കി ഇങ്ങനെ ഒരു 10 സെക്കൻഡ് ഇങ്ങനെ നോക്കിയിരിക്കേണ്ട കാര്യം എനിക്കിന്നില്ലല്ലോ. എനിക്ക് വീഡിയോ കണ്ട് അതിലൂടെ പഠിക്കാൻ പറ്റും, എനിക്ക് വീഡിയോ കണ്ട് അതിലൂടെ എൻ്റർടൈൻ ആവാൻ പറ്റും. പിന്നെ ഇമേജിൻ്റെ ആവശ്യം എനിക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോസ് തന്നെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവരെയാണ് സോഷ്യൽ മീഡിയ പുഷ് ചെയ്യുന്നത്. വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ട്രസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നത്. അപ്പോൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. ഇനി നിങ്ങളെ എൻക്വയറി ചെയ്തു, നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ചോദിച്ച് എൻക്വയറി ചെയ്തു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക റിസർച്ചുകളും പറയുന്നത് ഒരു കസ്റ്റമർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്ത് ആദ്യത്തെ ഇനീഷ്യൽ കോണ്ടാക്റ്റിൽ തന്നെ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. 80% ഓർഡറുകളും നമുക്ക് കിട്ടുന്നത് 7-8 തവണ ഈ കസ്റ്റമറെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴാണ്. അതായത് ആവറേജ് ഒരു 7ാമത്തെ കോണ്ടാക്റ്റിലാണ് ശരിക്കും നമുക്ക് സെയിൽ നടക്കുന്നത്. ഒരു കസ്റ്റമർ വരുന്നു, പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നു, വില ചോദിക്കുന്നു, പോകുന്നു. അതോടുകൂടി അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡറുകൾ കിട്ടില്ല. അതൊരു ഫോളോ അപ്പ് നമ്മൾ ചെയ്യണം. കസ്റ്റമർക്ക് കൂടുതലായിട്ടുള്ള വാല്യൂസ് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ബ്രാൻഡിൻ്റെ കസ്റ്റമേഴ്സിനെ അതിലേക്ക് ആഡ് ചെയ്യാം, കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ജോയിൻ ആവാൻ പറയാം. അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൂടുതൽ വാല്യൂസ് കൊടുക്കാം. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മൾട്ടിപ്പിൾ ടൈമിൽ കോൺടാക്ട്സ് വരാൻ നേരത്ത് നിങ്ങൾക്ക് അതിലൂടെയും ഓർഡറുകൾ ലഭിക്കും. വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം, വളരെ എളുപ്പമാണ് അതെല്ലാം. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ കോൺടാക്ട്സ് വന്നാൽ മാത്രമാണ് ഓർഡറുകൾ നല്ല രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു തവണ കോൺടാക്ട് ചെയ്യുമ്പോൾ മാത്രം സെയിൽ നടക്കണമെന്നില്ല. അധിക റിസർച്ചുകളും പറയണേ 7-8 തവണ നമ്മൾ ഒരു കസ്റ്റമറെ കോൺടാക്ട് ചെയ്യുമ്പോഴാണ് അവിടെ സെയിൽ നടക്കുന്നത്. ഇനി അടുത്തതായിട്ട് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ ഒരു ദിവസം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യരുത്. ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, അങ്ങനെ ഒരു മാസമെങ്കിലും തുടർച്ചയായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ പതിയെ നമുക്ക് റിസൾട്ട് കണ്ടു കൊടുക്കും. അതായത് ഇന്ന് എന്തെങ്കിലും ചെയ്ത് അതിന് റിസൾട്ട് ഇല്ല എന്ന് കരുതി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താലാണ് നമുക്ക് എന്തിനും റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അത് സോഷ്യൽ മീഡിയയുടെ കേസിൽ മാത്രമല്ല, ഏറെക്കുറെ എല്ലാത്തിൻ്റെയും കേസ് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇന്ന് നിങ്ങളൊരു 10 പുഷപ്പ് എടുത്തു, ഒരു മാറ്റവും നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവില്ല. നിങ്ങളിപ്പോഴും ഫാറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും, യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. അല്ലെങ്കിൽ 1/2 കിലോമീറ്റർ നടക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചു, ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഇത് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ അതായത് ഒരു ദിവസം പോലും മിസ് ചെയ്യരുതെന്നുള്ള അർത്ഥത്തിലല്ല, ആ കൺസിസ്റ്റൻസി വേണം. ഇപ്പോൾ ഇന്ന് ചെയ്തു, 2 ആഴ്ചത്തേക്ക് ഒന്നും ചെയ്തില്ല, പിന്നെ 2 ദിവസം എന്തെങ്കിലും ചെയ്യും, പിന്നത്തെ ഒരു 3 ആഴ്ചത്തേക്ക് പിന്നെ അവിടെ കിടക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ തോന്നിയാൽ ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടേക്കാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഒരു കുറച്ച് സമയമെങ്കിലും സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. കാരണം ഇനി സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്, അതിൽ യാതൊരു സംശയമില്ല. AI വന്നതോടുകൂടി നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഗൂഗിളിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെബ്സൈറ്റിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എല്ലാവരും AI മോഡലുകളാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ChatGPT പോലുള്ള എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യാനുണ്ടെങ്കിൽ മറ്റത് ഗൂഗിളിൽ കയറി നമ്മൾ ഓരോ വെബ്സൈറ്റും തപ്പി തിരഞ്ഞ് കണ്ടു പഠിക്കണം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നേരെ ChatGPT ചെല്ലാം. ഈവൻ ഗൂഗിളിൽ പോലും അവർ സമ്മറി വരെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അത് കുറേ കാലമായി വന്നിട്ടെങ്കിലും
അപ്പോൾ വെബ്സൈറ്റിൽ ഇനി ഓർഗാനിക്കായിട്ടുള്ള ട്രാഫിക് വെബ്സൈറ്റിലേക്കൊക്കെ വരുമെന്നുള്ളത് അറിയില്ല. ഇനി എയുടെ ടൈമിലും നമുക്ക് സോഷ്യൽ മീഡിയ തന്നെയാണ് ഏറ്റവും നല്ല രീതിയിൽ വരാനായിട്ട് പോകുന്നത്. എ യൂസ് ചെയ്തിട്ട് ഇനി വീഡിയോസ് ചെയ്താൽ പോലും അതിനൊക്കെ എത്രത്തോളം പുഷ് ഉണ്ടെന്ന് പറയാനും പറ്റില്ല. കാരണം അപ്ഡേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞു, യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം അപ്ഡേഷൻസ് വന്നു കഴിഞ്ഞു. അതായത് സോഷ്യൽ മീഡിയയിലേക്ക് പുതിയതായിട്ട് ഇറങ്ങുന്നവർക്ക് അവസരമുണ്ട്, നിങ്ങൾ പോരേ എന്ന് പറഞ്ഞിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. കാരണം അവർക്കും ഇതുപോലുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകൾ, ചെറിയ ചെറിയ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് വന്നാലാണ് അവരുടെ പ്ലാറ്റ്ഫോമും വളരുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളൊരു അവസരമാക്കി എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി ഓൺലൈനിൽ ബിസിനസ് ചെയ്യാനായിട്ട് നോക്കാം. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാം. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.